ഒക്കെ പ്രാദേശികമായിട്ട് ജില്ലാതലത്തിൽ തീരുമാനിക്കട്ടെ. ഡി സി സിക്ക് അറിയാൻ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നല്ല. സ്ഥാനാർത്ഥി ഇപ്പോൾ ഏത് വോട്ടർ വന്നാലും സ്ഥാനാർത്ഥികൾ കൂടെ ചെല്ലും. ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന ഒരു വ്യക്തി അത് രാഹുൽ മാങ്കൂട്ടത്തിന് ആനയിച്ചുകൊണ്ട് ഒരു ഏട്ടനാണെന്ന് പറയാം. അത് നല്ല മെസ്സേജാണ്, സ്വീകരണം കൊടുക്കുക. അല്ല, പാർട്ടിയിൽ നിന്ന് പുറത്തു പോയ ഒരാളെ കുറിച്ച് നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. അതെ, കാരണം പുറത്താക്കിയ ഒരാളെന്താ രാജിവെക്കാൻ പറയാൻ പറ്റും? ഞങ്ങൾ പുറത്താക്കി പാർട്ടി. അത് KSUവിൻ്റെ സംസ്ഥാന നേതൃത്വമാണ് തീരുമാനമെടുക്കേണ്ടത്. അല്ല, അതൊക്കെ KSUവിൻ്റെ ഒരു പോഷക സംഘടനയാണ്. പോഷക സംഘടനയ്ക്ക് അധ്യക്ഷനും നാഥനും ഉണ്ട്. അത് അവർ തീരുമാനിച്ചോട്ടെ. രാഹുൽ വിഷയം ഞങ്ങളുടെ അടഞ്ഞ ചാപ്റ്ററാണ്. ഇനി രാഹുലിൽ നിന്നും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട. സ്വരങ്ങൾ പാർട്ടിക്ക് പുറത്തുള്ള ഒരാളെക്കുറിച്ച് എന്താ സ്വരം? എല്ലാവർക്കും ഒരേ സ്വരം തന്നെയാണ്. എല്ലാവരും ഒരേ സ്വരത്തിലാണ് പുറത്താക്കാൻ തീരുമാനിച്ചത്. ഇനി അതിനെക്കുറിച്ചൊരു കൂടുതൽ ചർച്ചയിലേക്ക് പോകണമെന്ന് ചിലർക്ക് ആഗ്രഹം ഉണ്ടാവും. പക്ഷേ ഇന്നലെ മുഖ്യമന്ത്രി ഒരു വാചകം പറഞ്ഞു. അത് അദ്ദേഹത്തിൻ്റെ അന്തസ്സിന് ചേരാത്ത സ്ത്രീലമ്പടന്മാരുടെ പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഇടത്തെ പോക്കറ്റിൽ 75 വയസ്സ് കഴിഞ്ഞ ഒരു വിദ്വാനും ഉണ്ട്. ഞാൻ ആ പേര് ഞാൻ വിളിക്കുന്നില്ല. 75 വയസ്സ് കഴിഞ്ഞ മുൻ MLA ഒരു യുവതിയായിട്ടുള്ള സംവിധായകൻ കയറി പിടിച്ചു. എന്നിട്ട് വേണം ഒരു എളുപ്പവും കൂടാതെ മറ്റുള്ളവരെ കയറി ഓരോന്ന് വിളിക്കുന്നത്. അത് മുഖ്യമന്ത്രിയുടെ പിണറായി വിജയൻ്റെ തന്നെ അന്തസ്സിന് ചേർന്നതല്ലാന്ന് എനിക്ക് പറയാനുള്ളത്. വേറൊരു MLA ഇതേപോലെയുള്ള MLAനെ വലത്തെ ഭാഗത്തും വെച്ചിരിക്കുക. എന്നിട്ടാണ് മറ്റുള്ളവരെ ചീത്ത വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുടെ ഉപദേശം ഞങ്ങൾക്ക് ആവശ്യമില്ല. എന്തുകൊണ്ട് ഈ ഒരു സംവിധായകൻ എന്ന് പറഞ്ഞാൽ ആരാ? 2 തവണ MLA ആയിരുന്നു, 3 തവണ LDF സ്ഥാനാർത്ഥിയായിരുന്നു. അങ്ങനെ ഒരാളാണ് സ്വന്തം മകളാവാൻ പ്രായമുള്ള ഒരു സംവിധായകനെ കയറി പിടിച്ചത്. അതിനെക്കുറിച്ച് സമൂഹം ചർച്ച ചെയ്യുന്നില്ലല്ലോ. ഞങ്ങൾ പുറത്താക്കിയ ഒരാളെക്കുറിച്ചാണ് എല്ലാ ദിവസവും വാർത്ത. അപ്പോൾ അതിലൊന്നും പാർട്ടിയുടെ അഭിപ്രായ വ്യത്യാസവും ഇല്ല. KPC പ്രസിഡന്റ് സ്വീകരിച്ച നിലപാടും ശരിയാണ്. പ്രതിപക്ഷ നേതാവ് ഇന്നലെ പറഞ്ഞതും ശരിയാണ്. രണ്ടും അർത്ഥത്തിലൊന്നു തന്നെയാണ്. കുഞ്ഞാമ്മരെ പുറത്താവാം സംവിധായക പുറത്ത് പറഞ്ഞപ്പോഴാണ് നാട് അറിയുന്നത്. മുഖ്യമന്ത്രി ആരോടും പറഞ്ഞിട്ടില്ല. കീശയിൽ വെച്ചു. സ്വന്തം പാർട്ടിക്കാരനാണല്ലോ. തീർച്ചയായിട്ടും മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്നതൊക്കെ രാഷ്ട്രീയം നോക്കിയിട്ടാണ്. ഇപ്പോൾ ഇന്നലെ പറഞ്ഞൊരു വാചകമുണ്ട്, ഇനിയും കൂടുതൽ വരാനുണ്ട്. അതിൻ്റെ അർത്ഥം ഒരു 5 പരാതി കിട്ടിയാൽ കീശയിൽ വെച്ചിട്ട് ഓരോ പരാതിയായിട്ട് ഓരോ ദിവസം പുറത്തെടുക്കുക. ഇങ്ങനെയാണ് ഒരു മുഖ്യമന്ത്രി ചെയ്യേണ്ടത്. അദ്ദേഹം ആ സ്ഥാനത്തിന് എത്രയോ മഹാന്മായിരുന്ന സ്ഥാനമാണ് അദ്ദേഹം മനസ്സിലാക്കണം ആദ്യം. അതല്ല EK നായനാർ പോലും എത്ര അന്തസ്സായിട്ട് ഇതുപോലത്തെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്തു. സ്വന്തം ക്യാബിനറ്റിലെ ഒരു മന്ത്രിക്കെതിരെ ഒരു IAS ഉദ്യോഗസ്ഥ പരാതി പറഞ്ഞപ്പോൾ എന്തൊരു അന്തസ്സായിട്ട് അദ്ദേഹം വന്ന നിലപാട് സ്വീകരിച്ച് അതെങ്കിലും കണ്ടുപിടിക്കണ്ടേ? അപ്പം അതിന് പകരം UDF ഒരു MLAക്കെതിരായിട്ട് പരാതി വന്നു, 4-5 പരാതി വന്നു, 5 എണ്ണം കീശയിൽ വെച്ച് ഓരോന്നായിട്ട് ഓരോ ദിവസം പുറത്തെടുക്കുക. മറ്റേത് ആരും കാണാണ്ട് ചവറ്റുകോട്ടയിലേക്ക് എറിയാൻ നോക്കി. പക്ഷേ ആ സംവിധായക പുറത്ത് പറഞ്ഞതുകൊണ്ട് ആക്ഷൻ എടുക്കേണ്ടി വന്നു. ആക്ഷൻ എടുത്തില്ല. ഇപ്പോഴും സൗഹൃദ സംഭാഷണം നടന്നുകൊണ്ടിരിക്കുക. തീർച്ചയായും. കാരണം ഞങ്ങളുടെ പാർട്ടിക്ക് ഇല്ലാത്തൊരു വ്യക്തി അദ്ദേഹത്തെ പാർട്ടിയുടെ അന്തസ്സിന് വിരുദ്ധമായി ചെയ്തു എന്ന് തോന്നിയപ്പോൾ ഞങ്ങൾ പുറത്താക്കി. അങ്ങനെ വ്യക്തിക്കെതിരെ പരാതി വന്നപ്പോൾ DGPക്ക് ട്രാൻസ്ഫർ ചെയ്തു. അതല്ലേ ചെയ്യേണ്ടത്? KPC പ്രസിഡന്റ് ആരാ? KPC പ്രസിഡന്റ് പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടിയുടെ പ്രസിഡന്റാണ്. അദ്ദേഹത്തിന് ഇതേ ചെയ്യാൻ പറ്റൂ. അത് കറക്റ്റാണ് ചെയ്തത്. ഒരു തെറ്റുമില്ല. അല്ല, മുകേഷിൻ്റെ ഏറ്റവും മനസ്സിലാക്കേണ്ട കാര്യം എന്താ അറിയോ? മുകേഷിന് ചാർജ് ഷീറ്റ് കൊടുത്ത് അദ്ദേഹം പ്രതിസ്ഥാനത്ത് നിൽക്കുകയാണ്. ഇവിടെ ഉണ്ടായൊരു സംഭവം എന്ന് പറയുന്നത്, ഈ മുകേഷിനതായിട്ട് പരാതി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുണ്ട്. ഈ റിപ്പോർട്ട് കൊടുത്തപ്പോഴാണ് 2020. എന്നിട്ട് 2 തവണ മുകേഷിന് സീറ്റ് കൊടുത്തു. അപ്പോൾ അത് ശരിയാണ്, അറിഞ്ഞുകൊണ്ടല്ലേ ചെയ്തു.